കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി നെയ്യമൃത് സംഘങ്ങളുടെ വേറവയ്പ് ചടങ്ങ് ആരംഭിച്ചു. ആചാരപ്രകാരമുള്ള തറവാട് വീടുകളിൽ തക്കുറിയായും മറ്റ് ചില വീടുകളിൽ പ്രാർത്ഥനയുമായാണ് വേറവയ്പ് നടക്കുന്നത്. കഞ്ഞിയും ചക്ക പുഴുക്കും ഉൾപ്പെടെയുള്ള വിഭവങ്ങളാൽ സമൃദ്ധമാണ് വേറവയ്പ് ചടങ്ങ്. പ്രക്കൂഴ മുതലാണ് നെയ്യമൃത് സംഘങ്ങൾ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മുതലാണ് വേറവയ്പ് ചടങ്ങിലേക്ക് കടന്നത്. കഞ്ഞി, ചക്കപ്പുഴുക്ക്, ചെറുപയർ പുഴുക്ക്, വെള്ളരിപ്പുളിങ്കറി, മാങ്ങാപ്പെരക്ക്, പപ്പടം, തേങ്ങാപ്പൂള്, മധുരപ്പുഴുക്ക് തുടങ്ങിയ വിഭവങ്ങളാൽ സമൃദ്ധമാണ് വേറവയ്പ് ചടങ്ങ്. വ്രതക്കാർ തന്നെയാണ് ഈ വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. നമ്മൾ ഇങ്ങനെ 25 20 10 ആൾ ഇല്ല, അവരെ വീട്ടിലെല്ലാം കഞ്ഞി ഉണ്ടാവും അധികവും. ഇങ്ങനെ ആ വീട്ടിലും നമ്മൾ പോയിട്ട് വെച്ച് കൊടുക്കും. അവിടെ രാത്രിയത്തിന് അത്താഴം എന്ന് പറയും, പകലത്തിന് കഞ്ഞി എന്ന് പറയും. വിഭവങ്ങൾ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ചക്ക പുഴുക്ക്, പിന്നെ ഇത് വെള്ളരിക്ക പുളിങ്കറി, കഞ്ഞി, പിന്നെ പപ്പടം, പിന്നെ പെരക്ക്, പിന്നെ മധുരത്തിന് വെച്ച് മധുരപ്പുഴുക്കാക്കും. മധുരപ്പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഈ കടലയോ അല്ലെങ്കിൽ ഉഴുന്നോ അത് ആക്കിയിട്ട് അത് പുഴുക്കും. വാഴപ്പോള കൊണ്ട് തടകൂട്ടി അതിൽ ഇലവച്ചാണ് കഞ്ഞി വിളമ്പുന്നത്. പ്ലാവില കുത്തിയാണ് കഞ്ഞിയും വിഭവങ്ങളും കഴിക്കുക. തടയിൽ ഇല വെച്ചതിന് ശേഷം നമ്മൾ കഞ്ഞി വിളമ്പി കഴിഞ്ഞാൽ 2 ഇല ഉണ്ടാവും. ഒരില മറ്റുള്ള വിഭവങ്ങൾ വെക്കാനും ഒരില കഞ്ഞിക്കും. അപ്പോൾ 2 പ്ലാവിലയും ഉണ്ടാവും കുത്തി വെച്ചിട്ട്. കഞ്ഞിക്കൊരു പ്ലാവില, നമുക്ക് മറ്റുള്ള സാധനം ഉപയോഗിക്കാൻ വേറൊരു പ്ലാവില. അങ്ങനെ അതിലാണ് ഈ ഭക്ഷണം. തേങ്ങാപ്പുളടക്കമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാവും. അങ്ങനെ ആ ഭക്ഷണത്തിന് ശേഷം നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെ വീടുകളിൽ നിന്നും മറ്റുള്ള കൂട്ടം വന്നിട്ട് നമ്മളെ കഴിക്കാനുണ്ടാവും. എരുവട്ടി നെയ്യമൃത് മഠത്തിന് കീഴിലെ വൈകുണ്ഠം തറവാട് വീട്, പാതിരിയാട് നെയ്യമൃത് മഠത്തിന് കീഴിലെ പന്ന്യോടൻ കേളോത്ത് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വേറവയ്പ് ചടങ്ങ് നടന്നു. ഈ മാസം 22-ന് വ്രതക്കാർ നെയ്യമൃത് മഠത്തിൽ കയറും. തുടർന്നുള്ള ദിവസങ്ങളിൽ കുളിച്ച് ചെനക്കൽ, കലശം കുളി, കിണ്ടിക്കെട്ടൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. നെയ് നിറച്ച് കെട്ടി 26-ന് സംഘം കൊട്ടിയൂർ സന്നിധിയിലേക്ക് പുറപ്പെടും. അപ്പോൾ കൈത കൊണ്ടുവന്ന് നൂല് പിരിക്കണം. നൂല് പിരിച്ചതിന് ശേഷം നമ്മൾ കിണ്ടി കെട്ടാൻ വേണ്ടി എല്ലാ സമയങ്ങളും വാഴപ്പോട വേണം, വാഴേൻ്റെ ഇത് വേണം. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടുന്ന് എല്ലാവരും കൂടി ഈ നെയ്ക്ക് വേണ്ട എല്ലാ ചടങ്ങുകളും അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം കലശം കുളിക്കണം. കലശം കുളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരുമായിട്ടും വേറെ ബന്ധമൊന്നുമില്ല. കലശം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭക്ഷണം പാകം ചെയ്യുക, അത് ഉപയോഗിക്കും. അവിടെ വരുന്ന കൂട്ടക്കെല്ലാം ഭക്ഷണം വേറെ ആൾ നമ്മളങ്ങ് വിട്ടു കൊടുക്കും. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം അവർ വിട്ടു കൊടുത്താൽ അത് മറ്റുള്ള കൂട്ട് കൊടുത്ത് അവർക്ക് എല്ലാവരും കൊടുക്കും. 28-നാണ് നെയ്യാട്ടം നടക്കുക. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.